ഞാൻ ഇന്ന് അദ്ദുപ്പാക്ക് ചായയും പഴംപൊരി വാങ്ങി കൊടുത്തു. അല്ല ചായയും നെയ്യപ്പോ അല്ല കണ്ടോ കട്ടിയുള്ള നെയ്യപ്പോ ഒരു സന്തോഷത്തിന്. കാരണം ഈ മനുഷ്യണ്ടല്ല ഇന്ന് 3 സെന്റ് സ്ഥലം നമുക്ക് എഴുതിയിരുന്നു. ആദ്യമായിട്ട് നമ്മളെ രജിസ്ട്രേഷൻ ഓഫീസിൽ കയറ്റിക്കണം. ആദ്യമായിട്ട് എൻ്റെ പൊന്നാരങ്ങന്മാരെ മലയാളമൊക്കെ എഴുതാൻ പഠിച്ചോളി. ഞാനൊക്കെ 10-15 കൊല്ലം കണ്ടേക്കണം മലയാളം എഴുതിയിട്ട്. ഇന്ന് അപ്രതീക്ഷിതമായിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതാൻ പറയുമ്പോൾ എൻ്റെ കൈ വരച്ചുപോയി. ആകെ വെളുക്കൊളിച്ച് മൂണിക്കണേ, എഴുതിയിട്ട് കിട്ടണില്ല. കുടുങ്ങി, മാനം കിട്ടുപോയി. അതായത് 3 സെന്റ് എഴുതി തന്ന് എനിക്കൊന്നല്ല, നമുക്കൊന്നൊരു മനസ്സ് ഒരു സാധനം തരൂല. നമുക്കല്ല തന്നത്. ഈ വീട് നമ്മളെല്ലാവരും കൂടി ഉണ്ടാക്കി കൊടുക്കുന്ന വീടാണ്. അപ്പോൾ ഈ വീടിന് മൂപ്പര സ്ഥലത്താണ് ഈ വീട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സ്ഥലം ഈ വീട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ആ കപ്പിൾസിനാണ് മൂപ്പര് തന്നിട്ടുള്ളത്. അപ്പോൾ അത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ പോയതായിരുന്നു കേട്ടോ. ഒരു സംഗതി ചോദിച്ചിട്ടേ, ഇപ്പോൾ സ്വന്തമായിട്ടും സ്ഥലമായി വീടായി, എന്ത് തോന്നുന്നു? ഹാപ്പിയാടാ? എന്നായിക്കോട്ടെ, വിട്ടോളി. അപ്പം നമ്മളെ വീട് പണി ഇതുവരെ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഹൗസ് വാമിങ് ഇവിടെ അടുത്തുണ്ടാവും. അതിൻ്റെ വീഡിയോ നമ്മൾ വേറെ ചെയ്യും. അപ്പോൾ ഡോറൊക്കെ വെച്ചിട്ടൊക്കെ നമ്മളെ ഹവായി ഡോർസ് ആൻഡ് വിൻഡോസ് സ്പോൺസർ ചെയ്ത സ്റ്റീലിൻ്റെ ഡോറാട്ടാ. അപ്പോൾ ഇതാണ് പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കിച്ചണിൻ്റെ വർക്കുകൾ ഫ്ലോറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു, കിച്ചണിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരുനാൾക്ക് ഈ വീടിൻ്റെ ഹൗസ് വാമിങ് നടത്തണം, ഓരോ ഇതിൽ കയറ്റണം എന്ന് വിചാരിച്ചായിരുന്നു നമ്മൾ. പക്ഷേ മഴ പെയ്തുകാണ്ട് ആ വണ്ടിയാണ് ഇറങ്ങുന്നിടത്ത് ചളി പിളിയായിട്ട് വണ്ടി ഇറങ്ങാത്തൊരു സിറ്റുവേഷൻ വന്നു. ഇവിടെ കുറച്ച് പണികളൊക്കെ ഉണ്ട്, കെട്ടാനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കല്ലൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ട് വണ്ടി ഇങ്ങോട്ട് ഇറങ്ങാത്തൊരു സിറ്റുവേഷൻ വന്ന് അപ്പോൾ അത് കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ ഏതായാലും ഇല്ല അതുപ്പാ വൈകാതെ എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു കിടിലം ഗ്രാൻഡ് പരിപാടി ഞങ്ങൾ നടത്തും. വീടിന്റെ കൈമാറ്റം പെരുന്നാൾ കഴിഞ്ഞോട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും ഓരോ പേരിൽ 3 സെന്റ് സ്ഥലമായി. ഇതിനൊക്കെ നടക്കണേ ഞമ്മക്കൊരു പറിച്ചോ നോക്കട്ടെ. കണ്ടറിഞ്ഞൊന്നും തരിക അതില്ല. അപ്പൊ ഞാനിപ്പോ ഈ വീഡിയോ ചെയ്ത് എന്തിനാ ചെയ്യും, എന്തായി വീടിന്റെ പണി അപ്ഡേഷൻ എന്തായി? നമ്മൾ കുറെ ആയി വീഡിയോ ചെയ്തിട്ട്. അപ്പൊ കുറെ ആൾക്കാർ വീട് പണി എന്തായി, എന്താണ് വീട് കൊടുത്തോന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ അവർക്കൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ആ ഫ്ലോറിംഗ് ഒക്കെ കഴിഞ്ഞ് സുൽഫി അത് അടിച്ചു തരുന്നു. ആത്മാർത്ഥമുള്ള പണിക്കാരനാണ്. അപ്പോൾ ഇതിന് ഹാൻഡ് റെയിൽ വെക്കാണ്ട്, പിന്നെ പെയിന്റിങ് ഉണ്ട്, അങ്ങനത്തെ കുറച്ച് നല്ല ചില്ലറ പണി. മഴ നമുക്കൊരു ചെറിയ ഗ്യാപ്പ് കിട്ടും. ഓക്കെ, അപ്പൊ എത്രയും പെട്ടെന്ന് തീർത്തിട്ട് നമ്മൾ ഹൗസ് വാമിങ് നടത്തിയിരിക്കും. ഓക്കെ, അപ്പം നമ്മളെല്ലാവരും കൂടി ഉണ്ടാക്കി കൊടുക്കുന്ന വീടാണ്. അത് നിങ്ങളിൽ കൂടി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കേട്ടോ. അപ്പൊ ടാറ്റ, ബൈ.